ശബരിമല തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി കർണാടക സർക്കാർ. ലക്ഷക്കണക്കിന് ഭക്തരാണ് കർണാടകയിൽ നിന്നും എത്തുന്നത്. ഇവർക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ വേണമെന്നാണ് കർണാടകയുടെ ആവശ്യം. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ജനം ടിവിയോട് തന്നെ കർണാടകയിൽ നിന്ന് മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർ പറയുന്നത് ഒരടിസ്ഥാന സൗകര്യങ്ങളില്ല. ഇത്രയും വലിയ ഇത്രയും വലിയ വരുമാനമുള്ളൊരു ക്ഷേത്രത്തിൽ അടിസ്ഥാന സൗകര്യമില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, 14 മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥയാണ്. മാത്രമല്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ പെരുമാറ്റം ഉണ്ടാകുന്നു എന്നവർ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടി ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ ശബരിമലയിൽ ഉണ്ടായ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചകളുണ്ട്. ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയുണ്ട്. മണിക്കൂറുകളോളം ഭക്തർ ക്യൂവിൽ നിന്ന് കാത്തു നിൽക്കേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് കുടിവെള്ളമടക്കമുള്ള ഇത് കിട്ടുന്നില്ല. ഒരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമില്ല. അങ്ങനെ ഭക്തരുടെ ജീവൻ തന്നെ പലപ്പോഴും അപകടത്തിലാകാവുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത് വളരെ ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. കാരണം പലപ്പോഴും പോലീസിന് ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത കാഴ്ച നമ്മളവിടെ കണ്ടതാണ്. ഭക്തരൊക്കെ ആഴിയുടെയൊക്കെ എത്രയോ വളരെ അടുത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പല വലിയ ബാരിക്കേഡുകൾ മറികടക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ കാനനപാതകളിൽ കൂടി അല്ലെങ്കിൽ ഈ കൊടുങ്കാട്ടിൽ കൂടി ഭക്തർ ശബരിമലയിലേക്ക് വരുന്ന കാഴ്ചയൊക്കെ കണ്ടു. അങ്ങനെ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചകൾ ആവർത്തിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കർണാടക സർക്കാർ ഇങ്ങനെയൊരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിക്കാണ് കർണാടക സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി ഈ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ ചൂണ്ടിക്കാട്ടുന്നത് ലക്ഷക്കണക്കിന് ഭക്തരാണ് ശബരിമലയിലേക്ക് കർണാടകയിൽ നിന്ന് വരുന്നത്. അവർ ദിവസങ്ങളോളം യാത്ര ചെയ്താണ് അവർ എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുടെ ജീവനുള്ള സുരക്ഷ, ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം കേരള സർക്കാരിനുണ്ട്, കേരളത്തിലെ പോലീസിനുണ്ട്, ഇവിടുത്തെ മറ്റ് ഭരണ സംവിധാനങ്ങൾക്കുണ്ട്. അപ്പോൾ ആ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിലടക്കം കൃത്യമായ നടപടികൾ വേണം, അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ഇത് ഒരു സാധാരണ നടപടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഇത്രയധികം സുരക്ഷാ പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആ രീതിയിലാണ് ഭക്തർ ശബരിമലയിൽ ദുരിതം അനുഭവിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു കത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു അസാധാരണ നടപടി ഉണ്ടായിരിക്കുന്നു. മറ്റൊരു സർക്കാർ ഇവിടുത്തെ സംസ്ഥാനത്തെ പോലീസിനും സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് കത്തയച്ച് പറയേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ ഭക്തർ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ, ശബരിമലയിലെ ഭക്തർ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ കർണാടകയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് അവർക്ക് കൃത്യമായ സുരക്ഷ ഉറപ്പാക്കണം. അവരുടെ ജീവന് ആപത്തുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ വേണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇങ്ങനെ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ദേവിക, ശബരിമല തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നു കർണാടക സർക്കാർ. ലക്ഷക്കണക്കിന് ഭക്തരാണ് കർണാടകയിൽ നിന്നും എത്തുന്നത്. ഇവർക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ വേണമെന്ന് കർണാടകയുടെ ആവശ്യം വന്നിരിക്കുന്നു. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.